മെറ്റരായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം ഏത് രീതിയിലൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ള ചിന്തകൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും അത് കേൾക്കാതെ ഉണ്ടെങ്കിൽ അത് വീണ്ടും അത് കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ വിടുതലിനുള്ള അവസ്ഥയാണത്. ഇന്ന് സങ്കീർത്തനം 68 ചില ചിന്തകളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. 68 സങ്കീർത്തനത്തിൽ ദാവീദ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു, പുക പതറിപ്പോകുന്ന പോലെ നീ അവരെ പതറിക്കുന്നു, തീയുടെ മുമ്പിൽ മെഴുകു പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു എന്ന് പറയും. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവത്തിൽ ഉല്ലസിക്കും. ദാവീദിൻ്റെ സങ്കീർത്തനം എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് പിന്നാലെയുള്ള മനുഷ്യൻ. ശൗലിന് ശേഷം, ശൗല് വന്നതിന് ശേഷം ആണ് ദാവീദിനെ അഭിഷേകം ചെയ്ത്. ശൗലിനെ സംബന്ധിച്ചിടത്തോളം ശൗല് ഡിസൊബീഡിയൻ്റാണ്, ദൈവത്തെ അനുസരിക്കാതെ അറഗൻ്റായി. എന്നാൽ ദാവീദ് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു രാജാവായിരുന്നു. 1 രാജാക്കന്മാർ 13:14 ഇപ്പോഴോ നിൻ്റെ രാജ്യത്വം നിൽക്കുകയില്ല, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട്. ആരാണ് ശൗല്? പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടു. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. തനിക്ക് ബോധിച്ച പുരുഷനായിരുന്നു ദാവീദ്. അതുകൊണ്ട് ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കാണാം. ദൈവം എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ്റെ ശത്രുക്കൾ ചിതറി ഓടുന്നു എന്ന് പറഞ്ഞ് ആണ് ഈ 68 സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇതിൽ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് 5ഉം 6ഉം വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ആരെങ്കിലും നെഗറ്റിവിറ്റി ഉള്ളവരുണ്ടെങ്കിൽ അവർ തിരിഞ്ഞ് പോസിറ്റീവ് ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് ചിന്തിക്കുന്നത്. ഇതിൽ 5ാം വാക്യത്തിൽ, 68 സങ്കീർത്തനം 5ാം വാക്യത്തിൽ, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലനം ആകുന്നു. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു, എന്നാൽ മത്സരികൾ വരണ്ട ദേശത്തെ പാർക്കും. ഇതിലെ പ്രധാനമായിട്ട് 5 പോയിൻ്റുകളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, എ ഫാദർ ഓഫ് ഫാദർലെസ്, അനാഥർക്ക് പിതാവായിരിക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം, യഹൂദന്മാരൊരിക്കലും ദൈവത്തെ പിതാവെന്ന് വിളിച്ചിട്ടില്ല. അവർ യഹോവ എന്നോ അഡോണായി എന്നോ ആണ് വിളിക്കുന്നത്. ഒരിക്കലും അവർ പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. യേശുക്രിസ്തുവാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനായിട്ട്. അപ്പോഴെന്താണത് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പുത്രൻ പിതാവ് ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. പുത്രൻ പിതാവ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട് ഉള്ള റൈറ്റും അവകാശവുമുണ്ട്. യേശുക്രിസ്തു ഉപമ പറഞ്ഞ മുടിയൻ പുത്രൻ്റെ ഉപമ പറഞ്ഞ് നമുക്കറിയാമല്ലോ. അതിൽ ആ പിതാവ് കാത്തിരിക്കുകയാണ്. അവൻ നശിച്ചുപോയി, അവൻ പോയി, കാണാതെ പോയി. അവൻ തിരികെ വരാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. എന്തിനാണ്? എന്നെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് കാത്തിരിക്കുന്ന, ഇതുപോലെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ അനാഥർക്ക് പിതാവാണ്. എ ഫാദർ ഓഫ് ദ ഫാദർലെസ്. നമ്മളെ പല ആളുകളും ഇന്ന് ലോൺലിനെസ്സിൽ ജീവിക്കുന്ന പലരുമുണ്ട്. എനിക്ക് ആരുമില്ല. ഒന്നുകിൽ ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ പേരൻസ് നഷ്ടപ്പെട്ടവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, കുടുംബങ്ങളാകാൻ പറ്റാതെ ഒറ്റയ്ക്കാവുന്നവർ, അങ്ങനെയൊക്കെയുള്ള അനാഥത്വം, ലോൺലിനെസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് ശ്രദ്ധിക്കുന്നു.
ഒരുപാട് പേരുണ്ട്. നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട് നമുക്കൊരു ഹെവൻലി ഫാദർ, ഒരു സ്വർഗീയ അപ്പനുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതാണ് ആദ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഫാദർ ഓഫ് ഫാദർലെസ്. നമുക്കൊരു ദൈവ അപ്പ എന്ന് വിളിക്കാനായിട്ട് ഒരാളുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമതിവിടെ പറയുന്നത് വിധവമാർക്ക് ന്യായപാലനം ചെയ്യുന്നു, എ ജഡ്ജ് ഓഫ് ദ വിഡോസ്. സമൂഹത്തിലെ വിധവമാർക്കൊരു പ്രാധാന്യമില്ലാത്ത ഒരു സമയമായിരുന്നു ഇത് എഴുതിയ സമയങ്ങൾ. പൗലോസിൻ്റെ ടീച്ചിങ്ങിലും നമുക്കറിയാം 1 തിമോത്തിയോസ് 5:5 ദൈവം അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വിധവമാരെ സപ്പോർട്ട് ചെയ്യണം, അനാഥരെയും വിധവമാരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെല്ലാം പറയുന്ന കാര്യങ്ങളാണ്. അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണം, അത് അനാഥന്മാരെ നമ്മൾ കെയർ ചെയ്യണം, വിധവമാർക്ക് ന്യായം കൊടുക്കണം. ഇത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെല്ലാം പറയുന്ന ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് രണ്ടാമതിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിധവമാർക്ക് ന്യായപാലകനായിട്ടുള്ളൊരു ദൈവം. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിരാശയിലിരിക്കേണ്ട, പ്രയാസത്തിലിരിക്കേണ്ട, നിങ്ങളുടെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങൾക്ക് തക്ക സമയത്ത് ഇടപെടുകയും നിങ്ങൾക്ക് ഉത്തരം തരികയും ചെയ്യും. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്, ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ഗോഡ് മേക്സ് എ ഹോം ഫോർ ലോൺലി. ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും. റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട ആൾക്കാർ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലെ ലഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. അവന് ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അവൻ കല്ലറയിൽ പാർക്കുകയാണ്. കല്ലെടുത്ത് ഇടിച്ച് ശരീരം മുറിവേൽപ്പിച്ച് ആർക്കും അവനെ അടക്കാൻ വയ്യാത്ത രീതിയിൽ അവൻ കല്ലറകൾ, വസ്ത്രമില്ലാതെ കല്ലറകൾ പാർക്കുന്ന ആ വ്യക്തി. ഒരു ഭീകര രൂപം പോലെ നമുക്ക് തോന്നാം. അനേകം പിശാചുക്കൾ അവന് മേളിലുണ്ട്. ഡെമൺ പൊസസ്ഡ് മാൻ. റിലേഷൻഷിപ്പ് ഇല്ലാതെ ഇരിക്കുന്നവരെ ശരിക്കും പറഞ്ഞാൽ, ഒരു രീതിയിൽ പറഞ്ഞാൽ അവർക്കൊരു ഡെമൺ പൊസഷനുണ്ട്. കാരണം മനുഷ്യന്, എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് ഒരു റിലേഷൻഷിപ്പിൽ ജീവിക്കാനായിട്ടാണ്. റിലേഷൻഷിപ്പിന് പല ഡെഫിനിഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പനും അമ്മയും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളും തമ്മിലൊക്കെയുള്ള റിലേഷൻ. എന്നാൽ കുടുംബമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ഇന്നതൊരു വലിയ ദൂതാണ് നിങ്ങൾക്ക്. ശരിക്കും കുടുംബം എന്ന് പറയുന്നത് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഏകരായിട്ട് പാർക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, വിവാഹം വേണ്ട എന്ന് വിചാരിച്ച് അനേകം നാളുകളായിട്ട് ഏകരായിട്ട് പാർക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു വിളി നിങ്ങൾക്കുണ്ടെങ്കിൽ ഓക്കെ, ദർ ഇസ് നോ പ്രോബ്ലം. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഏകരായിട്ട് പാർക്കാം. അല്ലെങ്കിൽ ഇന്ന് ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. കുടുംബങ്ങളായി തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കടന്നു വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഗോഡ് മേക്സ് എ ഹോം ഫോർ ദ ലോൺലി. ദൈവം തൻ്റെ കുടുംബത്തിൽ ഏകാകികളെ വസിക്കുമാറാക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കുടുംബത്തിലെ അംഗങ്ങളായി തീരണം നമ്മളെല്ലാവരും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ മാരേജിന് റെസിസ്റ്റൻ്റായി നിൽക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാരേജ് നടക്കാതിരിക്കുകയോ അവർ താല്പര്യം കാണിക്കാതെ ഇരിക്കുകയോ ചെയ്തെങ്കിൽ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. അവരെല്ലാം കുടുംബസ്ഥരായി അവരെ ഭവനത്തിലേക്ക് തിരികെ വരുത്തുന്ന ദൈവം ഈ നാളിലും ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മറന്നുപോയത്. നിങ്ങളുടെ വലിയൊരു പ്രെയർ റിക്വസ്റ്റാണത്. അത് ദൈവം ഇന്ന് ഉത്തരം തരാൻ പോവുകയാണ്. നാലാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. ലീഡ് പ്രിസണേഴ്സ് ടു പ്രോസ്പെരിറ്റി. ഇന്ന് പല ബോണ്ടേജുകളിലെ ജീവിതത്തിലിരിക്കുകയാണ്. ഈ ബോണ്ടേജുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് ജീവിക്കേണ്ടതുപോലെ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. പല വൈസസ്, പല ഹാബിറ്റുകൾ, ലേസിനെസ്,
നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും തന്നെ ഒരു പോവർട്ടിയിൽ ജീവിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ബൈബിൾ പറയുന്നത് യെശയ്യാവ് 5:13 എൻ്റെ ജനം അറിവില്ലാത്തതുകൊണ്ട് അവർ പ്രവാസത്തിലേക്ക് പോകുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, മൈ പീപ്പിൾ ഹാസ് ഗോൺ ഇൻ ടു ക്യാപ്റ്റിവിറ്റി ബിക്കോസ് ദേ ഹാവ് നോ നോളജ്. ഇന്ന് നമ്മൾ ഈ പോവർട്ടിയിൽ ജീവിക്കാനുള്ള പ്രധാന കാരണം ഡ്യൂ ടു അവർ ഇഗ്നോറൻസ്. നമുക്ക് നമ്മുടെ അറിവില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇന്നും ഈ പോവർട്ടിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം പ്രോസ്പെറസ് ആയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മൾ ഈ പ്രിസണേഴ്സിനെ പോലെ നമ്മൾ ജീവിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ അൺബിലീഫാണ്, നമ്മുടെ അവിശ്വാസം. എബ്രായർ 3:12-13 വാക്യങ്ങളിലെ സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാതിരിക്കാൻ നോക്കുകയും. അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം ഉണ്ടായാൽ ഈ ദൈവത്തെ ത്യജിച്ചു കളയും. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിച്ചുകൊള്ളുകയും. 2 കൊരിന്ത്യർ 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മളെ ഒരു പ്രോസ്പെറസ് ആക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പലതിലും കെട്ടപ്പെട്ടിട്ട് നമ്മൾ പ്രിസണേഴ്സായിട്ടിരിക്കുകയാണ്. ഇന്ന് പല ബോണ്ടേജസിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. മാനസികമായിട്ട് പോലും പലരും എനിക്കിതൊക്കെ മതി എന്നുള്ള ചിന്തയിലിരിക്കുന്നവരുണ്ട്. അവിടെ ഉയർച്ച വരുന്നില്ല എന്ന് നമ്മളെ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ അറിവില്ലായ്മ പലപ്പോഴും നമ്മുടെ ഇഗ്നോറൻസ് പലപ്പോഴും നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് തടസ്സമാവുന്നു, നമ്മളെ ക്യാപ്റ്റിവിറ്റി ആക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അവിശ്വാസം, അൺബിലീഫ് നമ്മളെ ക്യാപ്റ്റീവാക്കി മാറ്റുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രോസ്പെറസ് അല്ലെങ്കിൽ ഡോണ്ട് ബ്ലെയിം ഗോഡ്. ദൈവത്തെ ഒരിക്കലും നമുക്ക് ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റുകയില്ല. കാരണം ഹീ ഈസ് ലീഡിങ് അസ് ഫ്രം പ്രിസണർ ടു പ്രോസ്പെരിറ്റി. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇവിടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ദ റിബല്യസ് ഡ്വെൽ ഇൻ ഡ്രൈ ലാൻഡ്. ശരിക്കും ഈ പാർച്ച് ലാൻഡിൽ, ഈ ഡ്രൈ ലാൻഡിൽ മുൻമഴയുമില്ല പിന്മഴയുമില്ല. പാഴും ശൂന്യവുമായ ഒരു ലാൻഡ്, അല്ലെങ്കിൽ പാഴും ശൂന്യവുമായ ജീവിതം. ഇത് ആർക്കുള്ളതാണ്? മത്സരികൾക്കുള്ളതാണ്. റിബല്യസ് പീപ്പിൾ. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ഒരു റിബല്യസ് നേച്ചർ വെച്ചിരിക്കുന്നതാണ്. ഞാനിന്ന് 5 കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. ദൈവം നമ്മളെ വിളിച്ച് പിതാവേ എന്ന് വിളിക്കത്തക്ക രീതിയിൽ എ ഫാദർ ഓഫ് ഫാദർലെസ് നമ്മളെ ആക്കിയിരിക്കുകയാണ്. ഹീ ഈസ് ദ ഫാദർ. രണ്ടാമത്, അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ്. അവന് വിധവമാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു. മൂന്നാമത് പറഞ്ഞത്, ഏകാന്തതയായി താമസിക്കുന്നവരെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു. റിലേഷൻഷിപ്പ് അവൻ ഡെവലപ്പ് ചെയ്യുന്നു, കുടുംബങ്ങളാക്കുന്ന ദൈവം. നാലാമത്, ക്യാപ്റ്റീവായിരിക്കുന്നവരെ സമൃദ്ധിയിലേക്ക് നടത്തുന്ന ദൈവം. അഞ്ചാമത് പറഞ്ഞത്, ഇതെല്ലാം ചെയ്യാതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇത് 4 കാര്യങ്ങളും പറഞ്ഞല്ലോ. ഈ 4 കാര്യങ്ങളും ഇല്ലാതെ മറുതലിച്ച് പോകുന്നവർ അവരുടെ ജീവിതം പിന്നെ കട്ടപ്പുക തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ വിൽ ബി ഇൻ പാർച്ച് ലാൻഡ്. പാഴ് ശൂന്യമായ ജീവിതമാണ്. ഇന്ന് പലപ്പോഴും ദൈവവചനത്തിന് വേണ്ടി ചെവി കൊടുക്കാതെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന അനേകം ആളുകളുണ്ട്. ദൈവവചനത്തിൽ പറയുന്ന അതൊക്കെ എന്താണ്? അതിൻ്റെ 4000 വർഷത്തിന് മുമ്പ് 6000 വർഷത്തിന് മുമ്പൊക്കെ എഴുതിയ കാര്യം ഇന്ന് എന്ത് റെലവൻസി എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളതിനെ ചവിട്ടുകൊട്ടെ കളയുന്ന പലരുമുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നതെല്ലാം സത്യവും യാഥാർത്ഥ്യവുമാണ്. റിബല്യസ് ഡ്വെൽ ഇൻ പാർച്ച് ലാൻഡ്. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ പാഴ് ശൂന്യവുമായ ഒരു പാർച്ച് ലാൻഡിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അവിടെ ഒരു മുൻമഴയും കാണത്തില്ല, ഒരു പിന്മഴയും കാണത്തില്ല. എന്നാൽ ദൈവം ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, ഐ വിൽ റീപേ ഫോർ ദ ഇയേഴ്സ് ദറ്റ് ലോക്കസ്റ്റ് ഹാവ് ഈറ്റൺ. നിങ്ങളുടെ ജീവിതങ്ങളിലെ വെട്ടുക്കിളി തുള്ളനും ഒക്കെ തിന്നു കളഞ്ഞതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദാവീദ് പറയുകയാണ്,
ഞാൻ എഴുന്നേൽക്കുകയാണ്, എൻ്റെ ശത്രുക്കൾ ചേറിപ്പോകുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരിക, നിങ്ങൾ എന്നിലേക്ക് ജീവിതം തരിക. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഞാൻ ചെയ്യുന്ന എൻ്റെ വലിയ പ്രവർത്തികൾ നിങ്ങൾ കാണും. അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ള ചിന്തയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ ചില വിഷയങ്ങൾ ഒരു ഡെലിവറൻസ് വരും. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോകുന്നത് മാരേജ് നടക്കാതെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകം കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് പറയുന്നു. അനേകം മാതാപിതാക്കളെ കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവരെ ലോൺലിയെ, ഏകാന്തരായിരിക്കുന്നവരെ കുടുംബത്തിലാക്കുന്ന വലിയ ശുശ്രൂഷ അത് ദൈവം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും എന്നോട് ചേർന്ന്. അതുപോലെ ചില വയസ്സസ് വിട്ടു പോകാത്ത ആളുകൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിലൊരു പ്രോസ്പെരിറ്റി വന്നു കയറാൻ ദൈവം ഇന്ന് ഇടവരുത്തും. ഇതിനെ മറുതലിക്കുന്നവരെ സൂക്ഷ്മമായിട്ടും ആ പാർച്ച് ലാൻഡിൽ തന്നെ ആയിരിക്കും. ദൈവത്തിന് അവരെ സഹായിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ നിന്നെ അബ്ബ പിതാവേ എന്ന് വിളിക്കാനായിട്ടുള്ള കൃപ ഈ ദിവസം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായം പാലിച്ചിരുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ന്യായം തടസ്സപ്പെട്ടിരിക്കുന്നോ അതെല്ലാം ഈ ദിവസങ്ങളിൽ കർത്താവെ റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കേസുകളും ഒക്കെ ആയിട്ടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ ഇന്ന് ആ കേസിൻ്റെയൊക്കെ ഒരു സൊല്യൂഷൻ ഈ ദിവസങ്ങളിൽ വന്നു ചേരുന്നു. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവം വലിയ വിടുതലുകൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കുന്നു. അതുപോലെ മാരേജ് സംബന്ധമായിട്ട് തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാറിപ്പോകും. നിങ്ങളുടെ മകനായാലും മകളായാലും മാരേജ് നടക്കാതെ ഇരിക്കുന്ന കേസുകൾ അനേകം നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. അവിടെയൊക്കെ അവരെല്ലാം കുടുംബസ്ഥരായി തീരുന്ന അനുഭവങ്ങൾ ഈ ദിവസങ്ങളുണ്ടാവും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഏതെങ്കിലുമൊക്കെ വയസ്സസ് ജീവിതത്തിൽ വന്ന് കർത്താവെ പ്രോസ്പെരിറ്റിയെ, അഭിവൃദ്ധിയെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന കാര്യങ്ങളെ ഒക്കെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഖണ്ഡിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ഈ ഹാബിറ്റുകളൊക്കെ മാറിപ്പോട്ടെ, അവിടെയൊക്കെ ജീവിതങ്ങളിലെ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന അതിനോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെയൊക്കെ ദൈവമേ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യണം. ഡെലിവറൻസിൻ്റെ സീരീസാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ദൈവം നമ്മളോട് പറയുകയും നമ്മളോട് ഇടപെടുകയും ചെയ്യും. തീർച്ചയായും നമുക്ക് ഡെലിവറൻസ് ഇല്ലാത്ത മേഖലകൾ ദൈവം ഡെലിവറൻസ് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളിലേക്ക് ആ നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.